Good evening. Good morning. നമസ്കാരം എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സി നമ്മളുടെ യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ മോൺസ്റ്ററിന്റെ വളരെ നിർണായകമായ ഒരു സെഷനാണിത്. കാരണം നമ്മളുടെ 1500 ദിവസം പിന്നിട്ട് 1503 എത്തി നിൽക്കുകയാണ് നമ്മൾ. സി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൈക്കോളജി ഓഫ് ലിവിങ്ങിലെ ആറ്റിറ്റ്യൂഡിലെ തന്നെയുള്ള ആറ്റിറ്റ്യൂഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഇന്നലെ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നമ്മൾ മേക്കിംഗ് റിലേഷൻഷിപ്പ്, അതേപോലെ സസ്റ്റൈനിങ് റിലേഷൻഷിപ്പ്, ബ്രേക്കിംഗ് റിലേഷൻഷിപ്പ്, മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, അതേപോലെ ആറ്റിറ്റ്യൂഡ് ഓഫ് റിലേഷൻഷിപ്പ് കെയറിങ് എന്ന് പറയുന്ന ഏരിയകളാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്സ്. ഓരോ തരത്തിലുള്ള ബന്ധങ്ങൾ ഏത് രൂപത്തിലാണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ മനസ്സിലാക്കലാണ് അണ്ടർസ്റ്റാൻഡിങ്. ഭാര്യ ഭർത്താവ് ബന്ധം, കൂട്ടുകാരന്മാർ, ഫ്രണ്ട്ഷിപ്പ് ബന്ധം, മക്കൾ, അച്ഛനമ്മ മക്കൾ ബന്ധം, ഇത്തരത്തിലുള്ള ഓരോ റിലേഷൻഷിപ്പും, നൈബേഴ്സിന്റെ ഇതിൻ്റെതായ അർത്ഥത്തിലും ഇതിൻ്റെതായ രീതിയിലും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് നടക്കാതിരുന്നാൽ ഉണ്ടാവുന്ന ഒരു ചാലഞ്ച്, ശരിക്ക് ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു ഫിലോസഫീനെ ബ്രാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ പോയാലുണ്ടാകുന്ന ഒരു ചാലഞ്ച്, പല റിലേഷൻഷിപ്പുകളും സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാനോ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാനോ വിചാരിച്ച രൂപത്തിൽ അതിനെ എത്തിക്കേണ്ട ലക്ഷ്യത്തിലേക്ക്, ഗോളിലേക്ക് കൊണ്ടുപോകുവാനോ സാധിക്കാതെ വരും എന്നുള്ളത് വലിയ ഒരു ചലഞ്ചായിട്ട് മാറും. സോ അണ്ടർസ്റ്റാൻഡിങ് എ റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉദാഹരണത്തിന്, ഒരു നല്ലൊരു ഫ്രണ്ട്, മെൻറ്റർ മെൻറ്റി, അതേപോലെ ടീച്ചർ സ്റ്റുഡൻസ്, അങ്ങനെ ഓരോ തലത്തിലുള്ള ബന്ധങ്ങൾക്കും അതിൻ്റെതായ ഒരു ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നതിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒന്ന്, ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒന്ന്, രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിങ് തൻ്റെ ഭാര്യ ആരാണ് അല്ലെങ്കിൽ ഭർത്താവ് ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, മൂന്നാമത്തെ അണ്ടർസ്റ്റാൻഡിങ് സോഴ്സ് ഓഫ് മൈ സ്പൗസ് എന്നാണ്. നമ്മളുടെ സ്പൗസ് ഏത് കുടുംബത്തിൽ നിന്ന്, എവിടെ നിന്ന്, ഏത് കൾച്ചറിൽ നിന്ന്, ഏത് ട്രഡീഷനിൽ നിന്ന് വരുന്നു എന്ന അണ്ടർസ്റ്റാൻഡിങ്. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മൂന്നും ഒരുപോലെ കൃത്യമായിട്ട് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ചാലഞ്ചുകൾ ഉണ്ടാവും. കാരണം എത്തരത്തിലുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന്, എത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ട്രഡീഷനിൽ നിന്നാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വരുന്നത് എന്നുള്ളത് ഒരു ഭാര്യയോ ഭർത്താവോ കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഇത് ബേസിക് പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു ബേസിക്കാണ് തൻ്റെ ഭർത്താവിൻ്റെ ക്വാളിറ്റി, ഭാര്യയുടെ ക്വാളിറ്റി, ലൈക്സ്, ഡിസ്ലൈക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. അത് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നിൽ, എനിക്ക് ഈ ബന്ധം എന്തുമാത്രം പ്രാധാന്യമുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ഏത് ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ളത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ശക്തമായി കെട്ടിയുറപ്പിച്ച, ഊട്ടപ്പെട്ട ഒരു അതിശക്തമായിട്ടുള്ളൊരു ബന്ധമാണ് എന്നുള്ളത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ബന്ധങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവഗാഹം ഈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലേഷൻഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഡു വി ഹാവ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലേഷൻഷിപ്സ്? ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് നോക്കേണ്ട ഏരിയകൾ? ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ട്രഡീഷനും കൾച്ചറും മനസ്സിലാക്കണം എന്നുള്ളത്. ഏത് തരത്തിലുള്ള ഒരു ഫ്രണ്ടാണ് എനിക്ക് ഫ്രണ്ടായി വേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. ആർക്കും ആരെയും സെലക്ട് ചെയ്യാം, ആർക്കും ആരെയും ചൂസ് ചെയ്യാം, പ്രൊവൈഡഡ് ദേ ആർ റെഡി ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് യു. നിങ്ങളുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അവർ റെഡിയാണെന്നുണ്ടെങ്കിൽ ആർക്കും ആരെയും സെലക്ട് ചെയ്യാം, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. ബട്ട് ദ ഇഷ്യൂ ഇസ്, ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ആരെങ്കിലും ഒന്ന് മൈക്ക് തുറന്നിട്ട് പറയണേ. യെസ് സർ, കേൾക്കുന്നുണ്ട്.
താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഏതാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഈ ക്വാളിറ്റി എന്നുള്ളത് ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു 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 ചലഞ്ച്, റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഡു ഡോണ്ട് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് അവർ സെൽഫ്. നമുക്ക് നമ്മളെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. യെസ്, ഞാൻ ആരാണ്? ചില പെൺകുട്ടികളോടൊക്കെ ചോദിച്ചാൽ ഐശ്വര്യ റായിനെ പോലെ സൗന്ദര്യം ഉണ്ടെന്ന് സ്വയം തെറ്റിദ്ധരിക്കുകയോ, ഹൃത്തിക് റോഷനെ പോലെ സൗന്ദര്യമുണ്ട് എന്ന് ആൺകുട്ടികൾ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്ന ഫേക്ക് ആയിട്ടുള്ള ഒരു മോഡിൽ ജീവിക്കുന്ന എത്രയോ ആളുകളെ നമ്മുടെ ചുറ്റുപാടും കാണാറുണ്ട്. ആം ഐ റിയലി ലിവിങ് ഇൻ ഒറിജിനൽ മോഡ് ഓർ ഫേക്ക് മോഡ്? ഫേക്ക് മോഡലാണോ റിയൽ മോഡലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എനിക്ക് എൻ്റേതായ ആട്രിബ്യൂട്ട്സ്, എനിക്ക് എൻ്റേതായ ക്വാളിറ്റീസ്, എനിക്ക് എൻ്റേതായ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അത് എത്രയാണ്, എന്താണ് എൻ്റെ ട്രഡീഷൻ, എന്താണ് എൻ്റെ കൾച്ചർ, എന്താണ് എൻ്റെ ലിവിങ് ബാക്ക്ഗ്രൗണ്ട്, എന്താണ് എൻ്റെ മൂവ്മെൻറ്റുകൾ, എന്താണ് എൻ്റെ ഇൻ്റലക്ച്വൽ ഏരിയ, എന്താണ് എൻ്റെ എമോഷണൽ ഏരിയ, എന്താണ് എൻ്റെ ഇൻഫോർമേഷൻ ഏരിയ, എന്താണ് എൻ്റെ നോളജ് ബേസ്, ഏതൊക്കെ ഏരിയകളിലാണ് എനിക്ക് ഇഗ്നോറൻസ് ഉള്ളത്. ഇത്തരത്തിലുള്ള ബേസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ട് അവനവനെ കുറിച്ച് അറിയേണ്ട ഓപ്പൺ ഏരിയകളെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവുക എന്നുള്ളത് ഒന്നാമതായിട്ട്. ഇത് ഇങ്ങനെ ധാരണ ഉള്ള ഒരാൾക്ക് തനിക്ക് ഉണ്ടാവേണ്ട ഫ്രണ്ട് ആരാണ്, തനിക്കുണ്ടാവേണ്ട സ്പൗസ് ആരാണ്, തനിക്കുണ്ടാവേണ്ട റിലേഷൻസ് ആരുമായിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി, തൻ്റെ റിലേഷൻഷിപ്സിലുള്ള ആളുകൾക്ക് എത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളാണ് വേണ്ടത് എന്നെല്ലാം ഈ ഒറ്റ ഏരിയയിൽ നിന്ന് തന്നെ ഡിഫൈൻ ചെയ്യാനോ ഡിസൈൻ ചെയ്യാനോ സാധിക്കും എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും വിവാഹാന്വേഷണമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ചർച്ച വരുമ്പോൾ പലപ്പോഴും ആളുകൾ മാച്ചിങ്ങിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് എവറി റിലേഷൻഷിപ്പ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആക്ച്വലി, ആറ്റിറ്റ്യൂഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്. എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ വൈഫിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ലൈക്സ്, നമ്മൾ യുവമിഥുനങ്ങളോട് എന്നുള്ളൊരു വീഡിയോ ഇതിനകത്ത് നമുക്ക് ചാനലിൽ കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് നൈറ്റിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഹിസ്റ്ററി ക്ലാസ് റൂം അല്ല ആദ്യ രാത്രി വിവാഹത്തിൻ്റെ എന്നൊക്കെ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. മെയിൻലി നമ്മൾ അതിനകത്ത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഈ ഫസ്റ്റ് നൈറ്റൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഏത് പഴയ ചരിത്രം കഥയും പറയാനല്ല, മറിച്ച് എന്താണ് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടം, എന്താണ് എൻ്റെ ഭർത്താവിന് ഇഷ്ടം, എന്താണ് ഇഷ്ടമില്ലാത്തത്, ഏത് നിറം ഇഷ്ടമാണ്, ഏത് നിറം ഇഷ്ടമല്ല, ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇഷ്ടമാണ്, ഏത് സുഗന്ധം ഇഷ്ടമാണ്, ഇഷ്ടമില്ല, ഇന്നിത്യാദി കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ ആ നിറമുള്ള വസ്ത്രം ഇട്ടാൽ പിന്നെ അങ്ങോട്ട് നോക്കൂല, ഈ സുഗന്ധമുള്ള സുഗന്ധം അടിച്ചാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. ഈ രൂപത്തിലുള്ള ജീവിതങ്ങളാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന ബേസിക് ഇഷ്യൂ ആണ് ഞാൻ പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ്, ഇറ്റ്സ് എൻ ഗ്രേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അവിടെ നിന്നാണ് ഒരാൾക്ക് തൻ്റെ ഇണയെ തിരിച്ചറിയാനോ തൻ്റെ കൂട്ടുകാരനെ തിരിച്ചറിയാനോ അവരുടെ ടേസ്റ്റ്, അവരുടെ രീതി, അവരുടെ ടെക്സ്ചർ, അവരുടെ മെത്തഡോളജി, ഇപ്പോൾ ഇവിടെയാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. സോ യഥാർത്ഥത്തിൽ ലൈഫിലേക്ക് കടക്കുന്നുണ്ടോ പലരും എന്ന് ചോദിച്ചാൽ പലരും പുറം തിരിഞ്ഞ് നടക്കുക ചെയ്യുക. എന്നിട്ട് ആണോ എന്ന് വെച്ചാൽ ആണ്, അല്ലേന്ന് വെച്ചാൽ അല്ല. എന്നാൽ അങ്ങനെ തന്നെ ആയിരിക്കും ആളുകളുടെ മുമ്പിൽ ആ രൂപത്തിൽ ജീവിക്കണം. അതിന് പകരം ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ സ്പൗസ് വെരി ക്ലിയർലി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ കിഡ്സ്. നമുക്കിഷ്ടമുള്ള കോഴ്സിന് കൊണ്ടുപോയിട്ട് അവരെ ജോയിൻ ചെയ്യിപ്പിക്കലല്ല, നമ്മുടെ കുട്ടികൾ. അതാണ് അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്, ആറ്റിറ്റ്യൂഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്. അവനവൻ്റെ കുട്ടിയുടെ ടേസ്റ്റ് എന്താണ്, അവനവൻ്റെ കുട്ടിക്ക് ഏത് പഠിക്കാനാണ് കഴിയുക, എന്ത് പഠിച്ചാലേ പറ്റൂ. അല്ലാതെ നാട്ടുകാരുടെ കുട്ടികൾ പഠിക്കുന്നിടത്ത് പോയിട്ട് എൻ്റെ കുട്ടിനെ ചേർത്തണം എന്നുള്ള ചിന്തയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എവിടെ തൻ്റെ കുട്ടിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സമയം കിട്ടുക? നാട്ടുകാരുടെ കുട്ടി പഠിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് എന്താ കാര്യമില്ല. നോ റീസൺ, നോ നീഡ്. ഇൻസ്റ്റഡ് നമ്മളുടെ കുട്ടിക്ക് എന്ത് പഠിക്കാൻ കഴിയും, അതിനുള്ള ഇൻ്റലക്ച്വൽ ഏരിയ എത്രയാണ്, ആക്സെപ്റ്റൻസ് കപ്പാസിറ്റി എത്രയാണ്, അഡാപ്റ്റബിലിറ്റി മോഡ് എന്താണ്, എന്ത് പറഞ്ഞാലേ മനസ്സിലാവും, ഏത് രൂപത്തിലാണ് നല്ലത്, ഏതിലാണ് എക്സലെ അടിപൊളിയാവാൻ സാധിക്കും. പാട്ട് പാടാനാണോ? ഓക്കെ ഫൈൻ, അങ്ങനത്തെ ഒരു സ്കൂളിലായിരിക്കണം. കളിക്കാനാണോ? ഓക്കെ ഫൈൻ. കമ്പ്യൂട്ടർ ആണെങ്കിൽ യെസ്. ആ ഒരു രൂപത്തിലുള്ള ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ്, ആറ്റിറ്റ്യൂഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പിനെ ഈ പലപ്പോഴും നമ്മുടെ നല്ല കഴിവ് എഴുതാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞപ്പം കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നല്ലൊരു പേഴ്സണൽ കഴിവിൽ നിങ്ങൾ ഐ എം എ റെസ്പോൺസിബിൾ പാരന്റ്, ഐ എം എ അണ്ടർസ്റ്റാൻഡിങ് പാരന്റ് എന്ന് എഴുതി നോക്കൂ നിങ്ങൾ. ആ കഴിവ് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചിലർ പറഞ്ഞു, സാർ അത് വീക്ക്നെസ് ആണ്, ഐ എം നോട്ട് എൻ അണ്ടർസ്റ്റാൻഡിങ് പാരന്റ്. സോ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് പാരന്റ് അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫ്രണ്ട് അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്പൗസ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് റിലേറ്റീവ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ബ്രദറോ സിസ്റ്ററോ അല്ല, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് കിഡ് അല്ല, മാതാപിതാക്കളുടെ ഒരു മകനോ മകളോ അല്ലെങ്കിൽ അവിടെ ചാലഞ്ച് നമുക്ക് തുടങ്ങി ലൈഫിൽ.
സോ അത്തരത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ആകുന്ന ഒരു ക്വാളിറ്റി, ആറ്റിറ്റ്യൂഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്സ്, എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പുകളെയും അണ്ടർസ്റ്റാൻഡ് ചെയ്തേ പറ്റൂ. അത് നമ്മളുടെ പ്രൈമറി ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ബന്ധങ്ങൾക്കൊക്കെ ഒരു ശീതള ഛായ, എന്താ പറയുക, എന്താ പറയുക, ഒരു സുഖം, ഒരു കൺകുളിർമ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ അതിനു വേണ്ടി നമുക്ക് ശ്രമിക്കാൻ സാധിക്കും. എൻ്റെ ബ്രദർ ആരാണ്, കുട്ടികൾക്കിടയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എൻ്റെ ബ്രദർ ആരാണ്, എൻ്റെ സിസ്റ്റർ ആണ്. യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹീ, യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഷീ എന്നത് നമ്മൾ പാരൻസ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ സിബ്ലിംഗ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ നൈബേഴ്സ്, റിലേറ്റീവ്സ്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്വാളിറ്റി ബേസിക്കലി ഒരാൾക്ക് വേണോ വേണ്ടാന്ന് നിങ്ങൾ ആരും പറയില്ല, നമുക്ക് ആർക്കും പറയാനും സാധിക്കില്ല. ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മളെ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ കുട്ടികളെ ബിൽഡ് ചെയ്യാൻ, നമുക്ക് അത് ആ ഒരു ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഇന്നത്തെ ഈ 1503 ദിവസം നമ്മളെ സഹായിക്കുമെങ്കിൽ ഐ ബിലീവ് ഇറ്റ്സ് ഗുഡ്, ബ്യൂട്ടിഫുൾ ആൻഡ് ലവ്ലി. ഐ വിഷിംഗ് യു all the very best and have a great day. God bless and thank you so much. Love you all. Bye. Thank you, sir. Thank you. Thank you, ma'am. Thank you.